ഹലോ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആരെയും മറ്റുള്ളവർ നമ്മളുള്ള കോയിൻ്റെ പേരിലുള്ള അടിയാണ് കാണാൻ സാധിക്കുന്നത്. പണിപ്പുരയിൽ കയറുമ്പോൾ 20 പോയിന്റ് സാധനം ഫുഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ ആരും സർക്കാർ ടാസ്കിൽ കോയിൻ കൊടുക്കാൻ തയ്യാറാകാത്തത് കാരണം നമുക്ക് ഫുഡ് കുറച്ച് കിട്ടും. വളരെ രീതിമായിട്ട് ടാസ്ക് കളിച്ചവർക്ക് മാത്രം. അപ്പോൾ ആരും പറഞ്ഞു ഈ ടാസ്ക് കോയിൻ കൊടുത്തവർക്ക് മാത്രമേ ഫുഡ് തരൂ. അതൊരു വാർണിംഗ് ആണ്. എല്ലാവരും കേൾക്കുക. നിങ്ങൾ കോയിൻ തരണം. നിങ്ങൾ സോർത്തത് കാരണം കോയിൻ തന്നില്ല എന്നിട്ട് ഫുഡ് വേണമെന്ന് പറയരുത്. കോയിൻ കൊടുത്തുകൊണ്ട് ഫുഡ് വാങ്ങാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് അത് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാം എടുക്കും. നമുക്ക് നിങ്ങൾ തരും. പക്ഷേ ഇത് എല്ലാവർക്കും കൂടെ ബെനിഫിറ്റ്സ് അല്ലേ, ഫുഡല്ലേ എല്ലാം തരും എന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ല. പക്ഷേ അനുമോളാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ഓവർ നന്മ ഒരു കളിക്കുകയാണ്. ഫുഡല്ലേ ഇത് എല്ലാവർക്കും കൊടുക്കണ്ടേ, ഇങ്ങനെയൊക്കെ പറയുന്നേ എങ്ങനെ. പക്ഷേ ഇതിൻ്റെ പേരിൽ ആരുണ്ട് ഇതിലാണ് ന്യായം നമ്മൾ കാണുന്നത്. ഇതുവരെ ആരെയും തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആരും ശരിയായിരുന്നു. ഫുഡ് ഷെയർ ചെയ്യാൻ ജസ്റ്റ് മാറ്റി ഓർത്ത്. ബട്ട് ആരും ഒരു സങ്കടം ദേഷ്യത്തിൽ പറഞ്ഞതാണ് ഫുഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ അതിന് ഇത്രയും അവനോട് ചാടിക്കടിക്കാൻ ഒരു ആവശ്യമില്ല. ചുമ്മാ ആവശ്യമില്ല ചാടിക്കടിക്കാൻ വരെയാണ്. നടി പറയുന്നത് പോടാ കൊച്ചു ചേർക്കുക, പോയി വളർന്നിട്ട് വാടാ, ഈ ഡയലോഗ്സ് അങ്ങനെ ഒരുമാതിരത്തെ ഡയലോഗ്സ് ഒക്കെ അടിക്കുകയാണ്. ആര് കുറച്ച് റെസ്പെക്റ്റോടെയാണ് കേട്ടോ തിരിച്ച് സംസാരിച്ചത്. ഇന്നത്തെ ഇങ്ങനെ ചാടിക്കടിക്കാൻ പോലെ കുറച്ച്. പക്ഷെ അനു ഒരു വല്ലാത്തൊരു രീതിയിൽ ഒരു ചാടിക്കടിക്കുന്ന രീതിയിലാണ്. കോയിൻ കയ്യിൽ വെച്ച ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് വിചാരിച്ച് ബിക്കോസ് പറഞ്ഞിട്ടും കോയിൻ കൈ വെച്ചു എല്ലാവരും. പക്ഷേ കളിച്ച് നേടിയവർക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ കളിച്ച് നേടാത്തവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവകാശപ്പെടാനൊന്നും പറ്റത്തില്ല. അത് ഇതാണ് വേറെ സീസണിൽ, കഴിഞ്ഞ സീസണിൽ ഒക്കെ ഫുഡ് ചില നമ്മൾ ടാസ്കിൽ കളിച്ച് നേടിയ ഫുഡ് കളിച്ചവർക്ക് മാത്രമല്ലേ. അത് വേണമെങ്കിൽ ഷെയർ ചെയ്യേണ്ട, അത് അവരിഷ്ടം. പക്ഷേ ഫുഡ് ഷെയർ ചെയ്യാം, ഓക്കെ. ബട്ട് അതിന് എനിക്ക് കിട്ടിയേ പറ്റൂ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മസ്താൻ പറയുന്നുണ്ട് ആരും അത് പറയാനുള്ള റൈറ്റ് ഇല്ല, അതങ്ങനെ അവന് പറയാൻ സാധിക്കും അങ്ങനെ. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അന്ന് ആരും കോയിനെ നഷ്ടപ്പെടുത്തിയല്ലോ മറ്റേ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട്. അതിന് കുഴപ്പമില്ലേ, ഇതിനാണ് കുഴപ്പം. ആരായാലും മുട്ട അടിക്കത്തില്ലല്ലോ. അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് എന്താണ് എഴുതിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അത് അവൻ്റെ ന്യായം. പക്ഷേ അത് തെറ്റാണ്, ഓക്കെ ശരി. പക്ഷേ ഇത് അതേപോലെ അല്ലല്ലോ. അപ്പം അവ അന്ന് ചെയ്ത തെറ്റല്ല എന്ന് അവർ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആരും ഇട്ട് കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ അവ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയാൻ പാടുണ്ടോ. നന്മരം കളിച്ച് ഒരാളും വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരാൾ അങ്ങനെ കളിച്ച് വന്ന ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.